പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗമാണ് അണുമണി തൂക്കം. ഉറുമ്പിൻ്റെ കാലടിപ്പാടിനോളം. എന്താ ആ അളവ്? കൊതുകിൻ്റെ ചിറകിനോളം. ഇത്രയും ചെറിയ അളവ്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്ത് ഇത്ര ചെറിയ, നിങ്ങൾക്കറിയോ ആയിരിക്കെങ്കിലും? ഇത്ര ചെറിയ അളവ് എന്താ? അണുമണി തൂക്കം കിബിർ ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരം. നമ്മൾ പറയാറുണ്ട്, നമ്മൾ കീഴിലുള്ള ആളുകളെ നോക്കുക. നമ്മളെ കീഴിലുള്ള ആളുകളോട് നമ്മളെങ്ങനെ പെരുമാറുന്നത്, അത് ശരിക്കും വളരെ മോശമായി പെരുമാറുന്നത്. ഭാര്യയോട്, മക്കളോട്, നമ്മളെ കീഴിലുള്ള അനിയനോട്, അനിയത്തിയോട്, പിന്നെ നമ്മളെ കീഴിലുള്ള ആളുകൾ, ജോലിക്കാരോട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ജൂനിയറായിരിക്കും സീനിയറായ ആളുകളോട് ഒക്കെ മോശമായി പെരുമാറുമ്പോൾ ശരിക്കും അത് അഹങ്കാരമാണ്. അതേപോലെ നമ്മൾ ബോസോട് നമ്മൾ പെരുമാറുമോ? ഇല്ല. നമ്മളെ അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥൻ വന്ന് നമ്മൾ അവരോട് അങ്ങനെ പെരുമാറില്ല. ഇപ്പോൾ വാഹനത്തിലൊക്കെ യാത്ര പോകുമ്പോൾ നമുക്ക് കാണാം, ചിലപ്പോൾ ഒക്കെ ഓട്ടോറിക്ഷക്കാരും ബൈക്കാരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരും, മുമ്പിൽ വരും, പെട്ടെന്ന് ബ്രേക്ക് കുടിക്കും, വല്ലാണ്ട് ഇടങ്ങേറായി കളി. അപ്പോൾ നമ്മൾ അധികം ആളുകളും ഭയങ്കര അസഭ്യം പറയുന്നതായിട്ടും തോന്നിയാസം പറയുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും, ദേഷ്യപ്പെടുന്നതായിട്ട്. ശരി, ആ അവസരത്തിൽ അവൻ ദേഷ്യപ്പെട്ടു. പക്ഷെ അവൻ്റെ പ്രകൃതി അങ്ങനെ സ്വഭാവമാണോ? മാറ്റിയെടുക്കേണ്ടതാണുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെയാണോ സ്വഭാവം? അല്ല. ഇപ്പോൾ ഒരു MLA വണ്ടി വന്നു കുറുകെ ചാടി, അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ, അല്ലെങ്കിൽ ഒരു IAS, ഒരു പോലീസ് വാഹനം. അത് വേണ്ട, നാട്ടിലൊരു പ്രമാണിയായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു അറിയപ്പെട്ടൊരു പണ്ഡിതനായ ഒരു മനുഷ്യൻ്റെ വണ്ടി മുമ്പിൽ ചാടിയാലോ? നമ്മളാ ഉസ്താദാ, സാറാ, അങ്ങനെ ആയിരിക്കും നമ്മൾ പെരുമാറുക അല്ലേ? നേരെ ഓപ്പോസിറ്റ് സാധാരണ ആളാണെങ്കിൽ. അപ്പോൾ ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ പ്രകൃതി അങ്ങനെയല്ല. നമുക്കറിയാം നല്ല അങ്ങനെ പെരുമാറാൻ. അപ്പോൾ അത് അഹങ്കാരമാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റഫഅഹുല്ലാഹ്, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അവനെ ഉയർത്തും. ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തും. എന്ത്? പ്രവാചകൻ തൻ്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിനയം കാണിക്കാനും നല്ല സ്വഭാവമൊക്കെ പെരുമാറാനും ഏറ്റവും അനുയോജ്യമായ ആളുകളാണ് നമ്മളെ ഭാര്യ, നമ്മളെ മക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. അപ്പോൾ അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക. ഇപ്പോൾ വീട്ടിൽ ഭാര്യ, ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചെല്ലുകയാണെങ്കിൽ വീട്ടിൽ ഭാര്യയോടൊക്കെ സമയം ചിലവഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കയറി ചെന്നിട്ട് അവരെന്തെങ്കിലും തിരക്കിലായിരിക്കും, ജോലിയിലായിരിക്കും, എന്തെങ്കിലും സാധനം അവരോട് ആവശ്യപ്പെടുകയാണ്, നമ്മൾ എന്തെങ്കിലും അയൺ ചെയ്ത ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ്, നമുക്ക് പോയിട്ടൊന്ന് എടുത്തു വരാൻ മാത്രമുള്ള ഒരു പണിയേ ഉള്ളൂ. എന്നാലും ചില ആളുകൾ അത് അവളാ എടുത്ത് തരേണ്ട, അത് അവളാ ചെയ്യേണ്ടത്, അത് അവളാ അങ്ങനെ ആക്കണ്ട, അത് അവളാ പാകം ചെയ്യേണ്ട, അവളാ ചായ വെക്കണം. എന്തെങ്കിലും ഒന്ന് ചായ ഇടുന്നത് കൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു കറിയായി കൊടുത്താൽ നമുക്കൊരു കുഴപ്പമില്ല, എന്തെങ്കിലും ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് നമ്മൾ മടക്കി വെച്ചൊരു കുഴപ്പമില്ല. അപ്പോൾ അവിടെയൊക്കെ ഭാര്യയുമായി കിടക്കുമ്പോൾ ഒക്കെ നമ്മൾ വിനയം കാണിക്കുക. വിനയം കാണിച്ചാൽ നമ്മൾ ഉയർത്തും. അതുപോലെ